നമ്മൾ താമസിക്കുന്ന വീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടാൽ നമ്മൾക്കത് സഹിക്കാൻ സാധിക്കുമോ? അപ്പോൾ കർണാടകയിലെ യലഹങ്കയിൽ ഒരു കൂട്ടം ആൾക്കാരുടെ വീട് സർക്കാർ ഒരു അനധികൃതമായി കുടിയേറി എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു തകർത്തു. ഡിസംബറിൽ തണുത്ത മഞ്ഞുള്ള ഒരു വെളുപ്പാങ്കാലത്താണ് സർക്കാർ അവരോട് ഈ ക്രൂരത ചെയ്തത്. അപ്പോൾ സർക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ അനധികൃതമായി കുടിയേറി താമസിക്കുന്നു എന്നാണ്. അപ്പോൾ 10-15 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ അഡ്രസ്സുകളിലൊക്കെ തന്നെ ID പ്രൂഫ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ എല്ലാം ഉള്ളവരാണ്. ഒരു പക്ഷേ ഇനി അനധികൃതമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവർക്കുള്ള പുനരധിവാസത്തിനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്യണ്ടേ? കാരണം ജനങ്ങളാണ് ചോദിക്കുമ്പോൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല ഇവിടെ കുഞ്ഞു മക്കൾ, ഗർഭിണികൾ, വയസ്സായവരൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതിനുശേഷം സർക്കാർ അവരുടെ പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ എങ്കിൽ അവർക്കുള്ള പുനരധിവാസത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെയും അവർ തന്നെ പറഞ്ഞു അങ്ങനെ ഫ്രീ ആയിട്ടുള്ള താമസ സൗകര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല, സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് വീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സർക്കാർ ടേൺ അടിച്ചു കേട്ടോ. അപ്പോൾ സർക്കാർ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇല്ല, അത് പിന്നീട് ആലോചിക്കട്ടെ, പിന്നീട് നോക്കട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഇത് പറയാനുള്ള കാരണം, അതായത് ഇവിടെ ഈ അനധികൃതമായി കുടിയേറിയെന്ന് പറഞ്ഞ് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷനിലൊക്കെ ഇവർക്ക് അവരുടെ അക്കൗണ്ടിൽ കോടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര അധികം പണം ഇവരുടെ അക്കൗണ്ടിൽ വന്നു എന്നുള്ള അന്വേഷണം വന്നപ്പോൾ ഇവർ ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് വാങ്ങിച്ച പൈസയാണ്. ഇവർക്ക് ഇവിടെ വീട് തരാം, വസ്തു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് അവരുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ 2-3 ലക്ഷം രൂപയൊക്കെ വെച്ച് അവർ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ജനങ്ങൾ കഷ്ടപ്പെട്ട പൈസയും പോയി. ഗവൺമെൻറ് അനധികൃതമായി താമസിക്കുന്നു പറഞ്ഞിട്ട് അവരുടെ വീടുകൾ ഇടിച്ച് തകർക്കുകയും ചെയ്തു. അവർക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല. ആരോട് പരാതി പറയാനാണ്? കാരണം സർക്കാർ തന്നെ പറയുകയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ വീഡിയോ ഒക്കെ ഇന്ന് ഞാൻ കണ്ടു. കുഞ്ഞുങ്ങൾ ആ ഇടിഞ്ഞ് പൊളിഞ്ഞ മണ്ണിലാണ് നിന്ന് കുളിക്കുന്നത്. അതുപോലെ അവിടെ തന്നെ ടാർപ്പ കെട്ടിയിട്ടാണ് ഈ ചൂടത്തും ഒക്കെ അവരവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ വികസനമൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അതൊരിക്കലും ജനങ്ങളെ ചവിട്ടി മെതിച്ചു കൊണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ.